പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മലയാളികൾ ഓണത്തിൻ്റെ തിരക്കിലേക്കാണ്. നാടും നഗരവുമൊക്കെ ആ ഓണപ്പാച്ചിൽ ആണ് എന്ന് തന്നെ പറയാം. നഗരഗ്രാമ വ്യത്യാസം ഇല്ലാതെ വഴിയോരങ്ങളും പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളും എല്ലാം ഇപ്പോൾ വലിയ തിരക്കിൽ ആണ്. അവധിക്ക് മുന്നോടിയായി സ്കൂളുകളിലും ഓണപരിപാടികൾ ഇപ്പോൾ പൊടിപൊടിക്കുകയാണ്. ഓണസദ്യ വിപണിയെക്കുറിച്ചും എടുത്തു പറയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ കാലങ്ങളായി മലയാളിയുടെ ഓണസദ്യയുടെ രീതികളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. വീടുകളിൽ കുടുംബാംഗങ്ങൾ, ബന്ധുക്കളൊക്കെ ഒരുമിച്ച് കൂടി ഭക്ഷണം തയ്യാറാക്കുന്ന രീതികൾക്ക് ഇപ്പോൾ മാറ്റമുണ്ടായിട്ടുണ്ട്. ഒരുമിച്ച് പുറത്തുപോയി ഭക്ഷണം കഴിക്കുകയോ പുറത്തു നിന്ന് ഓർഡർ ചെയ്ത് ഭക്ഷണം എത്തിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. അതായത് ഇൻസ്റ്റൻറ്റ് സദ്യയ്ക്ക് ആണ് കഴിഞ്ഞ കുറേ നാളുകളായി വലിയ ഡിമാൻഡ്. ഇക്കുറിയും അത്തരത്തിൽ ആവശ്യക്കാർ ഏറെ എന്നതാണ് എടുത്തു പറയേണ്ടത്. വിദേശത്തേക്കും വലിയ തോതിൽ സദ്യ കയറ്റി അയക്കുന്നു എന്നതും എടുത്തു പറയേണ്ടതാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, എവിടേക്ക് തിരിഞ്ഞാലും ഓണത്തിരക്കാണ് നമുക്ക് കാണാൻ സാധിക്കുക. എന്തൊക്കെ പ്രതിസന്ധികളുണ്ടായെങ്കിലും ഓണം മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ഒരു ഗൃഹാതുരത്വത്തിൻ്റെ ഓർമ്മയാണ്. അതുകൊണ്ട് തന്നെ സദ്യ ഒഴിച്ചു നിർത്താൻ പറ്റില്ല. സദ്യയുടെ രൂപവും ഭാവവും ഒക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റൻറ്റ് സദ്യകൾക്കാണ് ഡിമാൻഡ്. പ്രത്യേകിച്ച് എങ്ങനെയാണ് ഇപ്പോൾ ഈ സദ്യക്കുള്ള ഒരുക്കങ്ങൾ, ഈ സദ്യയുടെ ഒരു വിപണി അത് എത്രത്തോളം സജീവമായി കഴിഞ്ഞു? അഭിലാഷ്, പൊതുവിൽ ഇപ്പോൾ നമ്മളൊരു കാറ്ററിംഗ് യൂണിറ്റിലാണ് നിൽക്കുന്നത്. നോക്കുക, ഇവിടെ ഈ ഒരു തയ്യാറെടുപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ നടക്കുന്നത് ഒരു ഓഫീസ് ഓണം എന്ന് വിശേഷിപ്പിക്കാവുന്ന ദിവസങ്ങളാണിത്. കാരണം ഈ ദിവസങ്ങളിൽ പ്രധാനമായും തന്നെ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പല കൂട്ടായ്മകൾ കേന്ദ്രീകരിച്ച്, അതായത് തിരുവോണത്തിനും ഉത്രാടത്തെ പാച്ചിലിനും എല്ലാം തന്നെ മുൻപ് തന്നെ ഓഫീസ് ഓണം അതും ഗംഭീരമായിട്ട് ആഘോഷിക്കുക എന്നത് തന്നെയാണ്. അത് ചെറുതും വലുതുമായ ഓഫീസുകളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള വിഭവസമൃദ്ധമായ സദ്യകളും കാര്യങ്ങളും എല്ലാം തന്നെ ഒരുങ്ങുമ്പോൾ അതിൻ്റെ തിരക്ക് വന്ന് നിൽക്കുന്നത് ഇതുപോലുള്ള കാറ്ററിംഗ് യൂണിറ്റുകളിലാണ് വന്ന് നിൽക്കുന്നത്. നമ്മളുള്ളത് ഇവിടെ കൊച്ചിയിലെ കലൂരുള്ള പ്രസിദ്ധമായ കൃഷ്ണ കാറ്ററിംഗ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ് നിൽക്കുന്നത്. വലിയ രീതിയിലുള്ളൊരു തിരക്ക്. നമ്മൾ കുറച്ചു മുൻപ് ഇവിടേക്ക് വരുമ്പോൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന ഇതുപോലുള്ള ഈ ഫുഡ് ഭക്ഷ്യവിഭവങ്ങളെല്ലാം തന്നെ പാക്ക് ചെയ്ത് കൊണ്ടുപോയി വിളമ്പാനുള്ള സൗകര്യങ്ങൾ, സാധനങ്ങൾ ഇതെല്ലാം തരംതിരിച്ചുകൊണ്ട് അത് ഓർഡർ ചെയ്തവർക്ക് കൃത്യമായി വിളിച്ചു പറഞ്ഞുകൊണ്ട് അങ്ങനെ എത്തിക്കുവാനുള്ള വലിയ ശ്രമങ്ങൾ രാവിലെ മുതൽ തുടങ്ങുന്നതാണ്. ഈ ഓണം സീസൺ ആകുമ്പോഴേക്കും തന്നെ വരുന്ന ഒരു തിരക്കുകളാണ്. അത് പായസമേളയായാലും മറ്റ് ഭക്ഷണ കാര്യങ്ങളിലായാലും എല്ലാം തന്നെ ഈ തിരക്ക് വളരെ സജീവമായിട്ട് തന്നെ പോകുന്നു. ഇതെല്ലാം ഇപ്പോൾ പോകുന്നത് നമ്മൾ നേരത്തെ ചോദിച്ചപ്പോൾ ഇത് കളക്ടറേറ്റിലുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഓഫീസിൽ ഓണാഘോഷങ്ങൾക്ക് വേണ്ടി പോവുകയാണ്. ഇവിടെ ഒരു ഭാഗത്ത് ഇനി അടുത്ത യൂണിറ്റ് പുറപ്പെടാനായിട്ട് ഇരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നല്ല തിരക്കുകളുടെ ഒരു പൂരമാണ് ഈ ആഴ്ചകളിലേക്കെല്ലാം തന്നെ വരുമ്പോൾ. ഈ തിരുവോണ സദ്യ ആ ദിവസങ്ങളിലേക്ക് ഇത് കൂടുതലും വീട്ടുകാരെല്ലാം തന്നെ കൊച്ചിയിലേക്ക് വരുമ്പോൾ കൂടുതലായിട്ട് ആശ്രയിക്കുന്നത് ഈ രീതിയിലുള്ള കാറ്ററിംഗ് ഓണങ്ങൾ തന്നെയാണ്. കാരണം ഇത് 5 പേരുടെ കോംബോ പാക്ക് മുതൽ മുകളിലേക്കാണ് ലഭിക്കുന്നത്. കൃത്യമായും വൃത്തിയായും എല്ലാം തന്നെ പാക്ക് ചെയ്ത് ഓരോ ഇടങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ അത് ഒരു ഭാഗത്ത് തന്നെയുണ്ട്. അതിനിടയിലുള്ള ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഗ്യാസിന് വന്നിരിക്കുന്ന ക്ഷാമവും അതിൻ്റെ ഒരു വിലക്കയറ്റവുമാണ്. അതിനെ ഒരു വലിയ പരിധിവരെ ഇവർ പ്രതിരോധിക്കുന്നുണ്ട്. അത് പുതിയ രീതിയിലേക്ക് ഇത്തരം വിറകടുപ്പുകൾ, ഈ നമ്മൾ ഈ കാണുന്നത് വിറകടുപ്പുകളാണ്. ഇത് ഏതാണ്ട് 1 ലക്ഷത്തിനോ 1.5 ലക്ഷത്തിനോ ഒരടുപ്പിന് വേണ്ടി വരുന്ന ഒരു കാര്യങ്ങളാണ്. ഏതാണ്ട് ഇവിടെ ഇത് 10ഓളം അടുപ്പുകൾ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ഇത് ഈ വിറക് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അത് അടുപ്പ് കത്തിക്കുന്നു. അങ്ങനെ പോകുന്ന കാര്യങ്ങൾ. നമുക്കൊപ്പം ഇതിൻ്റെ ഉടമസ്ഥൻ സുരേഷ് ചേട്ടൻ കൂടി ചേരുന്നു. ഓണമാകുമ്പോൾ തന്നെ ഒരു പതിവ് നിങ്ങൾക്കെല്ലാം ശീലമായിരിക്കുന്നൊരു കാഴ്ചയാണ്. പക്ഷേ ഇത്തവണ വരുമ്പോഴേക്കും ഗ്യാസ് പ്രശ്നങ്ങൾ ഇതെല്ലാം തന്നെ വരുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു പ്രതിസന്ധിയൊക്കെ മറികടക്കുന്നത്? ഗ്യാസ് ഇപ്പോൾ നിർത്തിയെന്ന് തന്നെ പറയാം. അന്ന് ഷോർട്ടായി വന്ന ശേഷം ഞങ്ങൾ വിറകടുപ്പിലോട്ട് കയറിയ ശേഷം ഒരു അടപ്പിന് ഏകദേശം ഒരു 1 ലക്ഷം രൂപയാണ്. ഇപ്പോൾ 10-12 അടപ്പ് ഞങ്ങൾ വാങ്ങിച്ച്. അപ്പോൾ ഇനി ഗ്യാസ് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കുറച്ച് വിറക് മതി, പിന്നെ കരണ്ടി കുത്തും. അപ്പോൾ നല്ല തീയാണ്, നല്ല ചൂടാണ്. അപ്പോൾ ഗ്യാസ് ഇല്ലെങ്കിൽ ഞങ്ങൾ ബാധിക്കില്ല. ഇനി ചിലവുകൾ ഭയങ്കരമായിട്ട് വ്യത്യാസമുണ്ട്. കുറഞ്ഞ് വലിയതായിട്ട് ചിലവ് കുറഞ്ഞ്. ഗ്യാസ് ഞങ്ങൾക്ക് വേണ്ട. അപ്പോൾ പപ്പടം കാച്ചാൻ എന്തെങ്കിലുമൊക്കെ ഗ്യാസ് ആവശ്യമുള്ളൂ. ഞങ്ങൾക്കിപ്പോൾ ഫുള്ള് ഞങ്ങളുടെ വിറകടപ്പ് ഫുള്ള് 10-12 വിറകടപ്പുണ്ട്. ചോറ് വെക്കാനും പായസം വെക്കാനും പാലിളക്കും എല്ലാം വിറകടപ്പാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്.
അതുകൊണ്ട് വിലക്കയറ്റം ഗ്യാസിന്റെ വിലക്കയറ്റം ഞങ്ങളെ ബാധിക്കില്ല. ഞങ്ങളിലോ ഇപ്പോൾ മറ്റ് പച്ചക്കറി ആണെങ്കിലും ഫലവ്യഞ്ജനങ്ങളാണെങ്കിലും അതിന്റെയൊക്കെ ഒരു വില വ്യത്യാസം അത് ഞങ്ങൾക്ക് ഷോപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ തന്നെ പർച്ചേസിങ്ങിന് പോകണത്. എല്ലാ സാധനങ്ങളും ഞാനിപ്പോൾ തന്നെ പൊതു മാർക്കറ്റിൽ 120 രൂപ ഉണ്ടെങ്കിൽ ഞാൻ വാങ്ങിക്കുന്നത് 55 രൂപ 60 രൂപയൊക്കെ അല്ലെങ്കിൽ 80 രൂപ, സൂപ്പർ ക്വാളിറ്റി ആണെങ്കിൽ 80 രൂപ അങ്ങനെയൊക്കെ വാങ്ങിക്കുന്നത്. ബാർഗൈൻ ചെയ്ത് തന്നെ വാങ്ങിക്കും. തേങ്ങയാണെങ്കിലും ശരി, എല്ലാ സാധനങ്ങളും പച്ചക്കറികളാണെങ്കിലും ഞാൻ നെട്ടൂർ മാർക്കറ്റിൽ പോയി വാങ്ങിക്കുന്നത്. എല്ലാം ബാർഗൈൻ ചെയ്ത് വില കുറച്ച് എനിക്ക് കിട്ടും. കാരണം ഞങ്ങൾക്ക് ഷോപ്പുണ്ട്, എല്ലാം ഹോൾസെയിലായിട്ടാണ് വാങ്ങിക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്നത് ഇപ്പോൾ 5 പേരുടെ ഒരു ഊണ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇലയ്ക്ക് 500 രൂപ ഒക്കെ ചാർജ് ചെയ്യുന്ന ഇടങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എങ്ങനെയാണ്? ഞങ്ങൾക്കത് സാധിക്കില്ല. ഞങ്ങളിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഈ സിറ്റി മുഴുവൻ ഇവിടെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ റോഡ് ബ്ലോക്ക് ആവും. പിന്നെ ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കില്ല. ഞാനും വൈഫും കുറച്ച് ഇവിടെ നമ്മൾ ഇപ്പോൾ ഓണം എന്നും പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നത് 180 ആണ്. 2 തരം പായസം 180. പക്ഷെ ഞങ്ങൾ കല്യാണങ്ങൾ അടിയന്തരമൊക്കെ വയ്ക്കണമെങ്കിൽ 1 തരം പായസം ആണെങ്കിൽ 120 രൂപ, 2 തരം പായസം ആണെങ്കിൽ 140 രൂപ. കല്യാണം പോലുള്ള പരിപാടിയാണെങ്കിൽ ഇത്ര റേറ്റ് ഞങ്ങൾക്കുള്ളൂ. ഇത് പാലട പായസം 1 ലിറ്ററിന് 300 രൂപ, പരിപ്പ് പായസം 250 രൂപ. ചോദിക്കും. കഴിയുന്നത് ഞങ്ങൾ ഈ ചെറുതായിട്ടൊന്നും ഞങ്ങൾ കൊടുക്കുന്നില്ല. അതാണ് ഞങ്ങൾക്ക് അത്രയും. ഓഫീസുകളിൽ ഓണത്തിലേക്ക് വരുമ്പോഴേക്കും ഇല്ല, കൊടുക്കില്ല. എല്ലാ ഓഫീസൊക്കെ പൊക്കത്തിലാണ്. പൊക്കത്തിൽ കൊണ്ടുപോയി കൊടുക്കാൻ അത് ട്രാഫിക് പോലീസ് സ്റ്റേഷൻ അങ്ങനെ നമ്മൾ ഒന്നും കൊടുക്കില്ല. ഞങ്ങൾക്ക് പറ്റില്ല കൊണ്ടുപോയി കൊടുക്കാൻ. ഓഫീസൊക്കെ പൊക്കത്തിലാണ്. പൊക്കത്തിൽ കയറ്റി കൊടുക്കാൻ വേണ്ടി നമുക്ക് അങ്ങനെയുള്ള സ്റ്റാഫില്ല. നമ്മൾ ഇൻട്രസ്റ്റ് അല്ല, കൊടുക്കുകയില്ല. 40-50 ഒന്നും കൊടുക്കൂല. പൊതുവിൽ ഇവിടുത്തെ ഈ ഓഫീസ് ഓണങ്ങളുടെ ഒരു ആഘോഷം എന്നൊക്കെ പറയുന്നത് സദ്യയും കാര്യങ്ങളൊക്കെയാണ്. നിരവധിയായ കാറ്ററിംഗ് യൂണിറ്റുകളും കൊച്ചി കേന്ദ്രീകരിച്ച്. പക്ഷെ ഞങ്ങൾ കൊടുക്കില്ല. ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല. കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ നിൽക്കാൻ പറ്റില്ല. അത് തന്നെ കാരണം. അതിനു വേണ്ട ഓർഡറുകളാണ് വന്നിരിക്കുന്നത്. പക്ഷെ പറ്റാത്തത് ഞങ്ങൾ ചെയ്യണില്ല. കാരണം കുറെ എടുക്കും. ഞാനും വൈഫും അങ്ങനെ മാത്രമേ ഉള്ളൂ. കൊച്ചിയിൽ എത്രത്തോളം ഒരു കാറ്ററിംഗ് യൂണിറ്റുകൾ ഉണ്ട് ഈ സമയത്ത്? അയ്യോ, ഇഷ്ടംമാരുണ്ട്. കൊച്ചി സൈഡൊക്കെ ഇഷ്ടംമാരുണ്ട്. അവർക്ക് ഞങ്ങൾക്ക് എന്നും ഡെയിലി ഇങ്ങനെ സദ്യ ഉള്ളതുകൊണ്ട് ഇപ്പം ഞങ്ങൾക്ക് പ്രശ്നമില്ല. സ്ഥിരമായിട്ട് 8 പണിക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പണി ഉണ്ടാവും. കാരണം ഇഷ്ടംമാരുണ്ടെങ്കിൽ ഞങ്ങൾ കുഴപ്പമില്ല. ഞങ്ങൾക്ക് ഓർഡർ ഒരു വിഷയം ഗ്യാസിന്റെ തന്നെയായിരുന്നു. അത് ഇപ്പോൾ വിറകടുപ്പിലൂടെ മാറി. ഞങ്ങൾക്ക് ഗ്യാസ് വേണ്ട. ഗ്യാസ് ഇല്ല എന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് വില കുറച്ച് കൊടുക്കാൻ പറ്റും. അഭിലാഷ, കാരണം അദ്ദേഹം പറഞ്ഞത് ശ്രദ്ധിച്ചാണ്. കാരണം ഈ ഗ്യാസ് സൃഷ്ടിച്ച ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. കാരണം താരതമ്യേന ചെറിയ കാറ്ററിംഗ് യൂണിറ്റുകളെല്ലാം ഉണ്ട്. അതെല്ലാം ഈ ഒരു പ്രതിസന്ധി വല്ലാതെ ഉലഞ്ഞു പോയിട്ടുണ്ട്. പലർക്കും പല രീതിയിലുള്ള റേറ്റുകളുടെ വ്യത്യാസമുണ്ട്. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ചിലയിടങ്ങളിൽ 500 രൂപ വരെ ഒരിലക്കെല്ലാം തന്നെ ചാർജ് ചെയ്യുമ്പോൾ ഇപ്പോഴത് ഇവിടെ എത്തുമ്പോൾ 180 ആവുന്നെങ്കിൽ അങ്ങനെ അവർക്ക് നിലനിൽക്കാൻ കഴിയുന്നതിന്റെ കാരണം ഇതേപോലുള്ള ഈ വിറകടുപ്പ് സംവിധാനങ്ങളിലേക്ക് മാറിയതുകൊണ്ട് അവർക്ക് ചെലവ് കുറഞ്ഞതുകൊണ്ടാണ് ആ രീതിയിലേക്ക് പോകാനായിട്ട് സാധിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. ഏതായാലും കൊച്ചിയിലെ ഈ ഓഫീസ് ഓണങ്ങൾ, ഇത്തരം ആഘോഷങ്ങളെല്ലാം വളരെ ചെറുതും വലുതുമായ 100 കണക്കിന് കാറ്ററിംഗ് ഏജൻസികളാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഉള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീസണാണ്. അവിടെ ഇപ്പോൾ ഡാനി റിപ്പോർട്ട് ചെയ്യുന്ന കാറ്ററിംഗ് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അവർ ചെറിയ സദ്യയൊന്നും പിടിക്കുന്നേയില്ല എന്നാണ് പറയുന്നത്. വിവിധ ഓഫീസുകൾ, അത് സർക്കാർ ഓഫീസുകളാകട്ടെ സ്വകാര്യ ഓഫീസുകളാകട്ടെ, അവിടെയെല്ലാം വലിയ ഓണാഘോഷം നടക്കുമ്പോൾ ഇവിടെ എടുത്തു പറയേണ്ട ഒന്ന്, ഈ ഗ്യാസിൻ്റെ പ്രതിസന്ധി ഉണ്ടായതിനു ശേഷം വിറകടുപ്പിലേക്ക് മാറിയിരിക്കുന്നു എന്ന് പാചകത്തിന് നേതൃത്വം നൽകുന്ന ആൾ കാറ്ററിംഗ് സർവീസിൻ്റെ ഉടമ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതേസമയം തന്നെയാണ് പ്രേക്ഷകരോട് സൂചിപ്പിക്കേണ്ടത്, ഈ വീടുകളിലും ഈ പ്രതിസന്ധിയുണ്ട്. അതായത് LPG റീഫിൽ ബുക്കിങ്ങുകൾക്കുള്ള സമയപരിധി അത് ഇപ്പോൾ നഗരപ്രദേശങ്ങളിൽ ആണെങ്കിൽ 25 ദിവസത്തിനിടയിൽ ആണ് ഗ്യാസ് ബുക്ക് ചെയ്യാൻ സാധിക്കുക. ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ 45 ദിവസത്തിനിടയിലാണ് ബുക്ക് ചെയ്യാൻ സാധിക്കുക. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.